ഒരു കൊടും ഭീകരനായിട്ടുള്ള ആയുധത്തെ ഇറക്കി അമേരിക്കയെ തന്നെയാണ് കിം ജോങ് ഉൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. ദക്ഷിണ കൊറിയയെ തന്നെ ഭയപ്പെടുത്തുന്ന ഉത്തര കൊറിയൻ മിസൈലുകൾ, ലോകത്തെ തന്നെ വിറപ്പിക്കുന്ന രാക്ഷസ റോക്കറ്റുകൾ. എന്തായിരുന്നു കിം ജോങ് ഉൻ പോങ്യാങ്ങിൽ നടത്തിയത്? ആ നീക്കത്തിന് തൊട്ടു പിന്നാലെ ലോകരാജ്യങ്ങൾ ഭയപ്പെടാനുള്ള, ആശങ്കപ്പെടാനുള്ള കാരണമെന്താണ്? ഒരൊറ്റ ഉത്തരം: ആണവശേഷിയുള്ള മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറിൽ ഉത്തര കൊറിയൻ ഏകാധിപതി അന്ന് നടത്തിയ വിവരങ്ങൾ തന്നെയാണ് ഏവരെയും ഭയപ്പെടുത്തുന്നത്. ഉത്തര കൊറിയയുടെ തലസ്ഥാനമായിട്ടുള്ള പ്യോങ്യാങ്ങിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് ആണവശേഷിയുള്ള മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറിൽ ഏകാധിപതിയായ കിം ജോങ് ഉന്നിൻ്റെ ചിത്രം പുറത്തു വന്നത്. ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്ന് ഇത് തന്നെയാണ് ഉത്തര കൊറിയയുടെ ഈ നീക്കത്തെ ഏവരും ജാഗ്രതയോടെ നോക്കിക്കാണുന്നത്. അത്രയും ശക്തമായ ആയുധത്തിന് മുന്നിൽ കിം ജോങ് ഉൻ നിൽക്കുന്നത് ഒരു വ്യക്തമായ സന്ദേശം കൂടിയാണ്, പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങൾക്ക്. ഉത്തര കൊറിയൻ സ്റ്റേറ്റ് മീഡിയ തങ്ങളുടെ നേതാവിനെ കണ്ണഞ്ചിപ്പിക്കുന്ന ചിത്രങ്ങൾ പല തവണയായി ഇതുപോലുള്ള പരീക്ഷണങ്ങൾക്കിടയിലും മറ്റുമൊക്കെ തന്നെ പുറത്തുവിടാറുണ്ട്. ആഭ്യന്തരമായി കിം ജോങ് ഉന്നിൻ്റെ പ്രശസ്തി ഉയർത്താനും ശത്രുക്കൾക്കുള്ള ഒരു താക്കീതായിട്ടും തന്നെയാണ് ഈ ചിത്രങ്ങൾ പലതവണയും വായിച്ചെടുക്കാറുള്ളത്. ഈ മാസം രാജ്യം ഒരു പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസിനുള്ള തയ്യാറെടുപ്പിലാണ്. ഉത്തര കൊറിയയുടെ പ്രചാരണ യന്ത്രവും സൈന്യത്തിൻ്റെ പ്രകടനവും പലപ്പോഴും അമിത വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയായി ഇതിനെ കണക്കാക്കേണ്ടതുണ്ട്. ഒട്ടും തന്നെ സമയം ചിലവഴിക്കാനില്ലാത്ത, പാഴാക്കാനില്ലാത്ത ഒരു രാജ്യം എന്ന രീതിയിലാണ് ഉത്തര കൊറിയ പ്രവർത്തിക്കാറുള്ളത്. 10 മടങ്ങ് വേഗത്തിലാണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങളും പ്രതിരോധ ആയുധ വികസനവും ഒക്കെ തന്നെ നടത്താറുള്ളത്. ഉക്രൈനിലെ അധിനിവേശത്തിൽ റഷ്യയെ ഉത്തര കൊറിയ പിന്തുണയ്ക്കുന്നത് തുടരുന്നതിനിടയിൽ തന്നെയാണ് ഒരു കരുത്തുറ്റ പ്രകടനം കൂടി മറുഭാഗത്ത് നടത്തുന്നത്. റഷ്യയ്ക്ക് മിസൈലുകളും ആയിരക്കണക്കിന് സൈനികരെയുമാണ് ഉത്തര കൊറിയ വാഗ്ദാനം ചെയ്തത്. എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഉത്തര കൊറിയയുടെ കരുത്ത് അത് ലോകമറിയണം. അതറിയണമെങ്കിൽ റഷ്യ യുദ്ധത്തിൽ മുൻപന്തിയിലുണ്ടാകണം, വിജയം കൈവരിക്കണം. ഇതുതന്നെയാണ് ഉത്തര കൊറിയ നൽകുന്ന സന്ദേശവും. ഇനി മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം കിം ജോങ് ഉൻ പറഞ്ഞ ചില കാര്യങ്ങൾ, ലോകം വളരെ ഗൗരവത്തോടെ കേൾക്കുന്ന ആ വാക്കുകൾ. ഈ കരുത്തനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലോകത്തൊരു ശക്തിക്കും ദൈവത്തിൻ്റെ സംരക്ഷണം പോലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. സർവനാശം തന്നെയായിരിക്കും ഇനി സംഭവിക്കാനിരിക്കുന്നത്. ഒരു ശത്രുക്കൾക്കുള്ള താക്കീത് എന്ന രീതിയിലല്ല അതിനെ വിലയിരുത്തേണ്ടത്. ഒരു രാജ്യത്തിൻ്റെ കരുത്ത് മാറുന്ന കാലഘട്ടത്തിലെ യുദ്ധസന്നദ്ധത അതുതന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആണവശേഷിയുള്ള ഭീമൻ റോക്കറ്റ് ലോഞ്ചറുകളുടെ ഒരു ബാറ്റർ തന്നെയാണ് ഉത്തര കൊറിയ അങ്ങനെ പുറത്തുവിട്ടത്. ഏഷ്യൻ മേഖലയിൽ മാത്രമല്ല, ആഗോള സുരക്ഷാ ചർച്ചകളിലുമൊക്കെ വലിയ തരംഗം ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്ക ഇറാനുമേൽ നടത്തുന്ന ആക്രമണം അത് ഏത് രീതിയിലായിരിക്കുമെന്നുള്ളത് വീക്ഷിച്ചതിന് ശേഷം തങ്ങളും യുദ്ധമുന്നണിയിലേക്ക് ഉണ്ടാകുമെന്ന ഒരു സന്ദേശമാണ് ഉത്തര കൊറിയ നൽകുന്നത്. ലോകത്തെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നു ഈ നീക്കങ്ങൾ. അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്ക KN-25 എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന 600 mm മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ പുതുക്കിയ പതിപ്പ് കൂടിയാണ് ഉത്തര കൊറിയ ലോകത്തിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്, കാട്ടുന്നത്. ആ ആയുധം ശരിക്കും അത്ഭുതകരമാണ്. കിം ജോങ് ഉന്നാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഏറെ ആകർഷണീയമായിട്ടുള്ള ഈ കരുത്തൻ ഒരു പ്രത്യേക ആക്രമണത്തിനും തന്ത്രപ്രധാനമായ ദൗത്യം നിറവേറ്റാനും ഏറെ ഉചിതം. അതിൻ്റെ അർത്ഥം ആണവശേഷിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കിം ജോങ് ഉൻ നടത്തുന്ന ഓരോ പ്രസ്താവനകളും അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഭീഷണിയായി സുരക്ഷാ വിദഗ്ധർ വിലയിരുത്താറുണ്ട്. റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക പരിജ്ഞാനവും ആയുധങ്ങളും ഉത്തര കൊറിയയ്ക്ക് വലിയ തോതിൽ ലഭിക്കുന്നുണ്ട്. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ബന്ധം ഏറെ വഷളായി മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യവും. അമേരിക്കയുടെ ബാക്കപ്പ് അത് ദക്ഷിണ കൊറിയയ്ക്കുള്ളത് തന്നെയാണ് ഏറ്റവും അധികം ചൊടിപ്പിക്കുന്നത്. ദക്ഷിണ കൊറിയയ്ക്ക് അമേരിക്കയുടെ സഹായം വലിയ തോതിൽ ലഭിക്കുന്നത് കിം ജോങ് ഉന്നിന് ഏറെ അസ്വസ്ഥത തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഏത് തരത്തിലും അമേരിക്കയെ പ്രകോപിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക്, അമേരിക്കയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഉറപ്പായും കിം ജോങ് ഉൻ കടക്കുമെന്നതിൽ സംശയമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറാനുമായി ഏതെങ്കിലും തരത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഉത്തര കൊറിയയുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വായിച്ചെടുക്കാനായി കഴിയുന്നത്. ഈ മിസൈൽ ലോഞ്ചറിന് മുന്നിൽ പ്രധാന വേദിക്ക് സമീപത്ത് ഒരു കറുത്ത ജാക്കറ്റ് ധരിച്ചുകൊണ്ട് കിം ജോങ് ഉൻ നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഉത്തര കൊറിയൻ പതാകകൾ വീശി കിം ജോങ് ഉന്നിനെ സ്വീകരിക്കുന്നത്. ഒരു റോക്കറ്റ് ലോഞ്ചർ വാഹനം കിം ജോങ് ഉൻ ഓടിച്ചുവെന്നും ഔദ്യോഗിക വാർത്താ ഏജൻസി പറയുന്നുണ്ട്.
മിക്ക മൾട്ടിപ്പിൾ റോക്കറ്റ് വിക്ഷേപണ സംവിധാനങ്ങളും കാണപ്പെടുന്നതിന്റെ ഇരട്ടി വലിപ്പമാണ് ഈ 600 mm റോക്കറ്റുകൾക്കുള്ളത്. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളെ പോലെ ഏറെ മികച്ചതാണെന്നാണ് കിം ജോങ് ഉൻ പറയുന്നത്. മറ്റൊരു രാജ്യത്തിനും ലോകത്ത് ഇത്തരത്തിലുള്ള ആയുധ സംവിധാനം കിട്ടിയിട്ടില്ല എന്നാണ് കിം ജോങ് ഉന്നിന്റെ വാദം. നേരത്തെയും ഈ റോക്കറ്റ് ലോഞ്ചറുകളെ കുറിച്ച് കിം ജോങ് ഉൻ പലവിധ അവകാശവാദങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2022 അവസാനത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഭരണകൂടം ഒരേ വലിപ്പത്തിലുള്ള 30 റോക്കറ്റുകൾ പ്രദർശിപ്പിച്ചു. എന്നാൽ അവ ട്രാക്ക് ചെയ്ത വാഹനങ്ങളിലായിരുന്നു. ഓരോന്നിലും 6 റോക്കറ്റുകൾ ഉണ്ടായിരുന്നു. KCANA റിപ്പോർട്ട് അനുസരിച്ച്, അവരുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി പറയുന്നതനുസരിച്ച്, ഈ റോക്കറ്റ് സംവിധാനത്തിന്റെ ദക്ഷിണ കൊറിയയെ മുഴുവൻ അതിന്റെ പരിധിയിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഉത്തര കൊറിയയ്ക്ക് ആയിരക്കണക്കിന് പരമ്പരാഗത പീരങ്കികളാണുള്ളത്. അത് ദക്ഷിണ കൊറിയയെ തകർത്തെറിയുമെന്നാണ് കിം ജോങ് ഉൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് ലോകം ഏറെ ആശങ്കയോടെ, ഏറെ ഭയത്തോടെ ഈ നീക്കത്തെ നോക്കിക്കാണുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പുതിയ സംഘർഷാവസ്ഥ അത് ഏത് തരത്തിൽ കൊണ്ടുപോകും ഈ നീക്കങ്ങൾ എന്നുള്ളതാണ് കരുതുന്നത്. ഈ സാഹചര്യത്തിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പോലും തീ കൊണ്ടുള്ള കളിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇറാനെതിരായിട്ടുള്ള ഏതൊരു പുതിയ ആക്രമണത്തെയും ഗുരുതര പ്രത്യാഘാതങ്ങൾ അത് ഫേസ് ചെയ്യാനായി അമേരിക്ക തയ്യാറായിക്കൊള്ളുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഉത്തര കൊറിയ KN-25 എന്ന ഭീമൻ റോക്കറ്റ് സിസ്റ്റത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആഗോള ശക്തി സമവാക്യങ്ങളിലേക്കുള്ള ഒരു കരുത്തുറ്റ സൂചനയായി, പ്രതിബിംബമായി ഇത് മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇറാനെതിരെ പാശ്ചാത്യ ലോകം അതിശക്തമായ സമ്മർദ്ദം ചെലുത്തുന്ന ഘട്ടത്തിൽ ഉത്തര കൊറിയ തങ്ങളുടെ ആയുധശേഷി പരസ്യമായി ഉയർത്തിക്കാട്ടുന്നത് അമേരിക്കയ്ക്കുള്ളതാക്കിയത് തന്നെയാണ്. ഒരു കാലത്തും അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങില്ല, മുട്ടുകുത്തില്ല എന്നുള്ള രാഷ്ട്രീയ സന്ദേശം അതുകൂടിയാണ് ലോകത്തിന് നൽകുന്നത് എന്നുള്ളത് വായിച്ചെടുക്കേണ്ട പ്രത്യേക വിഷയം കൂടിയാണ്. ഇനി KN-25 സിസ്റ്റത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത അതിന്റെ വലിപ്പവും അതിന്റെ ശേഷിയും കരുത്തും. 600 mm കാലിബറുള്ള ഈ റോക്കറ്റുകൾ ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ് പീരങ്കി സംവിധാനങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കേണ്ടത്. ഏകദേശം 8 മീറ്റർ നീളമുള്ള റോക്കറ്റുകൾ, ഓരോന്നിനും ഏകദേശം 3 ടണ്ണോളം ഭാരമുണ്ടെന്നാണ് നിലവിൽ കരുതുന്നത്. ലോകത്ത് തന്നെ ഇത്രയും വലിപ്പമുള്ള ഒരു റോക്കറ്റ് സിസ്റ്റം പരമ്പരാഗത മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സംവിധാനങ്ങളെയും ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളെയും തമ്മിലുള്ള അതിരുകൾ തന്നെ ഭേദിക്കുമെന്നാണ് കരുതുന്നത്. പ്രായോഗികമായി ഇത് പ്രവർത്തിക്കുന്നത് ഒരു മിസൈൽ പ്ലാറ്റ്ഫോം പോലെ തന്നെയാണെന്നാണ് കരുതുന്നത്. പുതിയ പതിപ്പിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ റോക്കറ്റ് ലോഞ്ചറിന് കൊടുത്തിരിക്കുന്ന നവീകരിച്ച ലോഞ്ചർ വാഹനവും ചേസിസുമാണ്. റിപ്പോർട്ട് അനുസരിച്ച് 2024 പുറത്തിറക്കിയ ഈ പതിപ്പിന്, അതായത് KN-23 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലിനായി ഉപയോഗിച്ച അതേ മാതൃകയിൽ തന്നെയാണ് പുതിയൊരു ചേസിസ് കൊടുത്തിരിക്കുന്നത്.